നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഷോറൂമിൽ നമുക്ക് ഒരുപാട് വാറണ്ടികളും ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് എപ്പോ വന്നാലും കിട്ടുന്നതാണ്. ഇപ്പൊ ബുള്ളറ്റ് ഏതൊക്കെ ബുള്ളറ്റ് 18, 19, 20, 21, 22, 23 വരെയുള്ള വണ്ടികളുണ്ട്. എക്സ്പൾസ് ഉണ്ട്, എക്സ്പൾസിന്റെ 2V ഉണ്ട്, 4V ഉണ്ട്. ഏകദേശം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കും. കിലോമീറ്റർ എന്ത് വേണമെങ്കിൽ നോക്കിക്കോ. കണ്ടില്ലേ, എംടിക്കൊക്കെ ഏകദേശം ഒരു 35 രൂപ ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. 2023, 22, 21 മോഡൽ വണ്ടികൾ, 2023, 22 മോഡൽ വണ്ടികളാണ്. അതൊക്കെ 2019 കാർബറേറ്റർ ടൈപ്പ് വണ്ടികളാണ്. ഏകദേശം ഒരു 28 രൂപ. 28 രൂപ പറഞ്ഞ വണ്ടി ഇതാണെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞത് 25 രൂപ ഡൗൺ പേയ്മെന്റ് ആണ്. ഹോണ്ട ആക്റ്റീവാണ് 2018, 19 മോഡൽ. എല്ലാം PS4 ആണ് കേട്ടോ. എല്ലാ വണ്ടികളും ക്വാളിറ്റിയാണ്. ഫുൾ ഫിറ്റിംഗ് ഗാർഡ് എല്ലാം ഉണ്ട്. ഏകദേശം ഒരു 25-27 രൂപ ഡൗൺ പേയ്മെന്റ് വരും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ പ്രിയദർശിനി മോട്ടോർ പാലസിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഏകദേശം 5 മാസത്തിന് ശേഷം എത്തുന്നത്. നമ്മളും തിരക്കിലായിരുന്നു, മിക്ക തിരക്കിലായിരുന്നു. പിന്നെ നമ്മൾ മിക്കുണ്ടാവില്ല, ഇപ്പോഴേക്ക് നമ്മൾ ഉണ്ടാവും. അങ്ങനെ കുറെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ല 3 പീടിക കൈപ്പമംഗലത്താണ്. കറക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൈപ്പമംഗലം 3 പീടിക. ഗൂഗിളിൽ പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. സർവീസ് സെന്റർ എന്നായിരിക്കും ഇപ്പൊ കിടക്കുന്നത്. സർവീസ് സെന്റർ എന്ന് അടിച്ചാലും കിട്ടും, പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന് അടിച്ചാലും കിട്ടും. എക്സാക്ട് ലൊക്കേഷൻ വരും. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ല വെച്ചാൽ കേരളത്തിന്റെ മധ്യസ്ഥാനത്ത് വരും. അപ്പൊ എറണാകുളത്ത് നിന്ന് വരുന്നവര് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ട്, ഇരിഞ്ഞാലക്കുട ത്രൂ വരാം. അല്ലെങ്കിൽ ഈ വഴിക്ക് വരണമെങ്കിൽ മലപ്പുറം കോഴിക്കോട് ആ സൈഡിൽ നിന്നൊക്കെ വരണമെങ്കിൽ ഗുരുവായൂർ ടു എറണാകുളം റൂട്ട്. ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കൺജക്ടർ ഞങ്ങൾക്ക് പോലും വഴി കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ഒരാഴ്ച കഴിയുമ്പോ ആ വഴി കൂടെ അല്ല അപ്പുറത്തെ വഴി കൂടെ എപ്പോ വരുമ്പോഴും മുന്നേ വന്നിട്ടുള്ളവരും അത് കഴിഞ്ഞ കൊല്ലം വന്ന ആൾക്കാർ രണ്ടാമത് വീണ്ടും വരുമ്പോ വഴി മനസ്സിലാവില്ല എന്ന് പറഞ്ഞുള്ള കുറച്ച് ഇതുകൾ പറഞ്ഞു. ഞങ്ങൾക്ക് വന്നപ്പോ ഇന്ന് ഗൂഗിൾ മാപ്പ് കുറച്ചു നേരം കറക്റ്റായിരുന്നു. അപ്പൊ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ അടിക്കാം, എപ്പോഴും പ്രിയദർശിനി മോട്ടോർ പാലസ് അടിക്കാം. ഇവിടുത്തെ നമ്പറിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവില്ല. ആ നമ്പറിൽ എപ്പോഴും ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ കറന്റ് ആയിട്ട് ഇവിടുത്തെ ലൊക്കേഷനും അയച്ചുതരാം. ഓക്കെ, ഡെലിവറി ഓപ്ഷൻ ഡെലിവറി ഞങ്ങൾ ചെയ്യാറുണ്ട്. ഓൾ കേരള ചെയ്യാറുണ്ട്. ഫിനാൻസ് ഉണ്ട് എല്ലാ ജില്ലകളിലും. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട്. എല്ലാ ബാങ്കും എല്ലാ ജില്ലയിലും ഇല്ല. ബാങ്ക് ഒരു 5-6 ബാങ്കുകൾ ലോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ VCMA ഉണ്ട്, IDFC ഉണ്ട്, ധനലക്ഷ്മി ഉണ്ട്, പ്രൈഡ് ഉണ്ട്, അതേപോലെ തന്നെ തത്വ ഫിൻകോർപ്പ് ഉണ്ട്. കുറെ NBFCകളുണ്ട്. എല്ലാ ബാങ്കും എല്ലാ ജില്ലയിലും ഉണ്ടാവില്ല. ചില ബാങ്ക് 4 ജില്ലയിൽ ഉണ്ടാവും. അതിന്റെ പുറത്തെ ബാങ്ക് 7 ജില്ലയിൽ ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്താൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ്. അതായത് നിങ്ങളുടെ സിബിൽ സ്കോറും കാര്യങ്ങളും എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള ബാങ്കിനായിട്ട് നമ്മൾ ലോൺ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഷോറൂമിൽ നമുക്ക് ഒരുപാട് വാറണ്ടികളും ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് എപ്പോ വന്നാലും കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് യൂട്യൂബ് കാണുന്നവർക്ക് അടം കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ചില ഓഫേഴ്സ് മാത്രം ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓഫേഴ്സ് എല്ലാവർക്കും ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നു. 6 മാസം എഞ്ചിൻ വാറണ്ടിയിലുപരി ഇപ്പൊ 1 മാസത്തിന് ഫുൾ വാറണ്ടി കൊടുക്കുന്നു. ഫുൾ വാറണ്ടി A to Z. അതായത് വണ്ടി ഡെലിവറി ചെയ്യുന്ന മുന്നേ ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല. ഇപ്പൊ കണ്ടില്ലേ, ജസ്റ്റ് കണ്ടല്ലോ ഫുൾ ക്വാളിറ്റി. ഇനി ഇതിൽ എന്തെങ്കിലും ഫർദർ ചേഞ്ചസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർക്ക് തീർച്ചയായിട്ടും പറയാം. അവർ ഡെലിവറി ചെയ്യുന്ന എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഞങ്ങളുടേതായ രീതിയിൽ വണ്ടിക്ക് മിസ്റ്റേക്ക് അത് ഉണ്ടാവില്ല. അത് പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഉണ്ടാവില്ല. ബൈ ചാൻസ് കാണാത്ത എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാതെ ക്ലിയർ ചെയ്തിട്ട് വണ്ടി കൊടുക്കും. അതായത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പറഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ഫുൾ വാറണ്ടി. അതായത് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. അതിനുപരി എന്തെങ്കിലും പിന്നെ ചില വണ്ടികൾ ഇപ്പൊ ഞങ്ങൾ ഈ വണ്ടി പർച്ചേസ് ചെയ്തു. വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. കസ്റ്റമർ വണ്ടി എടുക്കാൻ വേണ്ടുമ്പോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട്, അതായത് മാക്സിമം 1 കിലോമീറ്റർ ഓടിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ മെക്കാനിക്കൽ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പോരായ്മ ഉള്ളത് ഞങ്ങളുടെ കണ്ണിൽ കാണുന്നതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ചില വണ്ടി ഒരു 2, 3, 4 ദിവസം ഓടി കഴിഞ്ഞാൽ എന്തെങ്കിലും മേ ബി വരാം. അത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ അത് ചെയ്തു പറഞ്ഞ ക്ലിയർ ആയി തോന്നുന്നു. വണ്ടി കൊണ്ടുപോയി ചില വണ്ടി ഒന്ന് ഓടണം. 2, 4 ദിവസം 3 ദിവസം ഒരു കസ്റ്റമർ ഓടിച്ചാൽ ഒരു 50 കിലോമീറ്റർ ഒക്കെ പോയാലാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുമ്പോഴൊക്കെ നമുക്ക് അറിയാം. ബൈ ചാൻസ് എന്തെങ്കിലും വന്നാൽ
അതുപോലും പക്കായിരിക്കും. അതായത് നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വള്ളികൾ ചെറുതായിട്ട് വരികയാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് പരിഹാരം ചെയ്യുന്നതായിരിക്കും. അത് വേണം, നേരിട്ട് വരണം. വരാറില്ല, എന്തെങ്കിലും വന്നാൽ അത്രയും ട്രസ്റ്റഡ് ആണ്, വണ്ടി ക്വാളിറ്റി ആയിരിക്കും ഞാൻ പറഞ്ഞത്. വാറന്റിയുടെ കേസ് അതാണ്. അതുകൂടാതെ ഫുൾ ടാങ്ക് ഫ്യൂവൽ തരുന്നുണ്ട് എല്ലാ വണ്ടിക്കും തരാം. അതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി ഒന്നുമില്ല, എല്ലാം ഏത് വണ്ടി ആവട്ടെ, ബൈക്ക് ആവട്ടെ, സ്കൂട്ടർ ആവട്ടെ, ഈവൻ ബുള്ളറ്റ് ആവട്ടെ, എല്ലാത്തിനും ഫുൾ ടാങ്ക് പെട്രോൾ. അതെല്ലാവർക്കും അറിയാം, എപ്പോഴും കൊടുക്കുന്ന ഒരു ഓഫറാണ്. പിന്നെ അതുകൂടാതെ പിന്നെ 2 ഹെൽമെറ്റ് വരുന്നുണ്ട്. 2 ഹെൽമെറ്റ്, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കും ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ്. ഇനിയിപ്പോ ഒരാൾ വന്ന് ഈ വണ്ടി മേടിച്ചാൽ നമുക്ക് 2 ഹെൽമെറ്റ് കൊടുക്കും. അപ്പൊ അത് ഏത് ഹെൽമെറ്റ് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫുൾ സൈസ്, ഹാഫ് സൈസ്, ക്ലിപ്പ് ടൈപ്പ് എല്ലാം ഉണ്ട്. അതായത് നിരത്തി ഇവിടെ വെക്കും, ഇഷ്ടമുള്ള 2 ഹെൽമെറ്റ് ഇടുക. ഓക്കെ, അതുകൂടാതെ പിന്നെ നെയിം ട്രാൻസ്ഫർ ഞങ്ങൾ ചെയ്ത് തരുന്നുണ്ട്. വേറെ എന്തായിരുന്നു ഓഫർ? ഇനി എന്താണ് ഓഫർ? ഇനി മഴക്കാലത്ത് മഴക്കാലം ഓഫർ എടുത്തിട്ടുണ്ട്. എന്താ പറയാ, റെയിൻകോട്ട്. മഴക്കാല ഓഫർ റെയിൻകോട്ട്. ഇനി ഓഫർ ഒന്നും ചോദിക്കില്ല. 1-2 ഞാൻ ഈ പറഞ്ഞ കാര്യം അല്ലെ, റെയിൻകോട്ട് എത്ര കൊടുക്കാൻ പറ്റും? റെയിൻകോട്ട് ഇതിനൊരു മാർജിൻ പോണം. അപ്പൊ റെയിൻകോട്ട് ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് 6 മാസം എഞ്ചിൻ വാറണ്ടി, നെയിം ട്രാൻസ്ഫർ, പിന്നെ അല്ലറ ചില്ലറ വേറെ ഓഫർ, ബാക്കി ഓഫേഴ്സ് എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടി നമ്മൾ മേടിച്ചിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. ചിലപ്പോ 5000 വരും, ചിലപ്പോ 8000 വരും. ഓരോ വണ്ടിമേ മേക്ക് ഓവർ ചെയ്യുന്നതിന് ടയർ ആയാലും, സീറ്റ് ആയാലും, ബാറ്ററി ആയാലും, സ്വിച്ചസ് ആയാലും, ഈവൻ അതിന്റെ ഗ്രിപ്പ് അടക്കം എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി തരുന്നത്. അപ്പോ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു ഷോറൂമുകളെ അപേക്ഷിച്ച് ചില വണ്ടിക്ക് ഇത്തിരി റേറ്റ് കൂടും. ചില വണ്ടിക്ക് കൂടും. കാരണം അത്ര എക്സ്പെൻസ് ആണ് കയറിയിട്ടുണ്ട്. നഷ്ടത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കത് മാർജിനിൽ ആക്കി തിരിച്ചറിയാം. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി റേറ്റ് കയറും. നേരെ മറിച്ച് ഞാനിത് കസ്റ്റമറോട് മേടിച്ച് ഞാൻ അപ്പാട് അത് കൊടുക്കണമെങ്കിൽ നമുക്ക് നോർമൽ റേറ്റ് ആയി. അത് റേറ്റ് ആയി. അപ്പൊ ഞാൻ ആ നോർമൽ റേറ്റിൽ കസ്റ്റമർക്ക് കൊടുത്തിട്ട് നാളെ കംപ്ലൈന്റുകൾ വരുമ്പോ ഞാൻ ചെയ്യണ പോലെയല്ല. അപ്പൊ അവർ പുറത്തൊരു ഷോറൂമിൽ കാണിക്കുമ്പോ ചിലപ്പോൾ 5000 കംപ്ലൈന്റ് അവർ 15000 എന്നാ പറയാം ഷോറൂമിൽ. അതുപോലെ ഒരു പുതിയ ഷോറൂം അതിലിരിക്കുന്നതാ, അവർക്ക് മെക്കാനിക്സിന്റെ ഫുൾ റീപ്ലേസ്മെന്റ് ഉള്ളു. അപ്പൊ ഞാൻ ഈ മാർജിൻ കുറച്ച് കൊടുത്തു, അല്ലെങ്കിൽ റീസണബിൾ റേറ്റിന് ഞാൻ ഉദാഹരണം മാത്രം പറയുന്നത് കൊടുക്കുമ്പോ കസ്റ്റമർക്ക് നഷ്ടം വരുന്നുണ്ട്, പരാതി ബാക്കിയായി. ഏത് വണ്ടി കംപ്ലൈന്റ് മേടിച്ചു. ഇതതില്ല, ഇത് നമുക്ക് 100% വിശ്വസത്തോടെ 5000 രൂപ കൂടിക്കോട്ടെ, 2000 രൂപ കൂടും. അത് വണ്ടിയും അത് ധൈര്യമായിട്ട് ഓടിക്കാം. അത് അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് കമന്റ് ഇടാം. അത് റേറ്റ് കൂടണം, ആ ഷോറൂമിൽ ഇത്ര ഉള്ളൂ. ആ ഷോറൂമിന്റെ കണ്ടീഷൻ എന്താണ്? ഞാൻ ഏത് ഷോറൂം ഒന്നും പറയുന്നില്ല, ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇതൊക്കെ ബിസിനസ് തന്നെ. പക്ഷെ ഇത് നീതിയും അതിന്റെ ന്യായത്തിൽ ചെയ്യണമെന്ന് എന്റെ ഇഷ്ടം. ഞാൻ പറഞ്ഞോട്ടെ, പറയട്ടെ. ഇടയ്ക്കിടയ്ക്ക് കുറെ പുള്ളികൾ പോയി പോകണം. അതായത് 100% വിശ്വസിച്ച് വണ്ടി എടുക്കാം. അതായത് സെക്കൻഡ് ഹാൻഡ് വണ്ടി നമുക്ക് പുതിയ ഷോറൂമിലെ വണ്ടി പോലെ ഇവിടെ എടുക്കാൻ പറ്റും. ഷോറൂം കണ്ടീഷൻ എങ്ങനത്തെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യും. വേറെ എവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ടല്ലേ, നമ്മൾ ഒരുപാട് അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ വിലയുടെ കേസ് പുള്ളി പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റേതായ അതിനുള്ള വർത്ത് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അടുത്ത കാലത്ത് ഒരു പണിയും വരില്ല, നല്ല വണ്ടിയായിട്ട് എന്തുകൊണ്ട് നടക്കാം. ഞാൻ ഇവിടെ 16 കഴിഞ്ഞ് 17ാമത്തെ കൊല്ലമാണ്. അതായത് 3 കൊല്ലം കഴിഞ്ഞ് കസ്റ്റമർ മാറ്റുമ്പോൾ എന്റെ അടുത്ത് തന്നെ വരുള്ളൂ. അത്തരം കസ്റ്റമേഴ്സും ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ പുള്ളിയുടെ വീട് തൊട്ടടുത്ത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഓടിപ്പോകുന്നൊന്നും പേടിക്കേണ്ട. ഇങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് ചെറുതായിട്ട് പരിചയപ്പെട്ടാലോ? അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും അല്ല, അപ്പൊ പറയാൻ നേരത്തെ എല്ലാം കൂടെ പറയണമല്ലോ. നമുക്ക് ആദ്യം കുറെ ബുള്ളറ്റ് കളക്ഷൻ ഏതൊക്കെ റേഞ്ച് ബുള്ളറ്റുകള് സ്റ്റാൻഡേർഡ് സെൽഫ് ES ഉണ്ട്, ക്ലാസിക് ഉണ്ട്. ക്ലാസിക്കിലെ പുതിയ എഞ്ചിൻ വരുന്ന റീബോൺ എഞ്ചിൻ ഉണ്ട്, അതുണ്ട്. ഹണ്ടർ ഉണ്ട്. പിന്നെ മുന്നത്തെ വീഡിയോയിലത്തെ അത്ര വണ്ടികൾ ഇല്ല. കാരണം കുറച്ച് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പുതിയ ലൈസൻസ് ഉണ്ട്, അതിന്റെ പ്രൊഫസർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, GST ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പോരാത്തതിന് വണ്ടി ഷോർട്ട് ഉണ്ട്. പൊതുവെ കേരളത്തിൽ നല്ല ക്ലീൻ വണ്ടികൾ, അത്തരം സെലക്ടഡ് വണ്ടികൾ ചെയ്യണം. അത്തരം വണ്ടികൾ ഇത്തിരി ടൈറ്റ് ഉണ്ട്. മുമ്പ് പൈസ കൊടുത്ത വണ്ടി കിട്ടാൻ ക്ഷാമില്ലായിരുന്നു. ഇപ്പൊ വണ്ടി എല്ലായിടത്തും വണ്ടികൾ ടൈറ്റ് ഉണ്ട്, ക്വാളിറ്റി വണ്ടികൾ ടൈറ്റ്. അപ്പൊ ഞങ്ങൾ സെലക്ടഡ് വണ്ടികൾ മാത്രം മേടിക്കുന്നുണ്ട്. നമ്മളിത് വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് OTP കാര്യങ്ങളൊക്കെ കിട്ടണം ഇന്ന് കൊടുക്കുമ്പോൾ. പണ്ട് സൈലന്റ് മാത്രം മതി. RC ഇൻഷുറൻസ് പ്രോഡക്റ്റ് സൈലന്റ്. കസ്റ്റമർ യൂറോപ്പിലാണോ ഗൾഫിലാണോ വിദേശത്താണോ അറിയേണ്ടത്, നമുക്ക് ഇവിടെ പേയ്മെന്റ് വരും. ഇന്ന് പ്രസന്റ് നമ്മൾ ആ പേയ്മെന്റ് അടയ്ക്കുമ്പോൾ OTP ആ ടൈം ഉണ്ട്. OTP ഒരു 5 മിനിറ്റ് ടൈം ഉണ്ട്. ആ OTP ആ RC OTP കിട്ടണം.
അതായത് അവർ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത നമ്പറൊക്കെ വേണം, RC കൊണ്ട് സ്ഥലത്തുണ്ടാവണം. അത്തരം വണ്ടികളാ നമുക്ക് മേടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് വണ്ടികൾ ടൈറ്റ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സെലക്ടഡ് വണ്ടികളെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെതായ വണ്ടികൾ ഇത്തിരി ഷോർട്ട് ഉണ്ട്. എങ്കിൽ പോലും അത് റിക്കവറായി വരുന്നുണ്ട്. ഇത്തരം വണ്ടികൾ പോലും ഉണ്ടാകുന്നില്ല. കാരണം കഴിഞ്ഞ മാർച്ചിൽ ക്ലിയറൻസ് ചെയ്ത് ഒരുപാട് വണ്ടികൾ വിറ്റു കഴിഞ്ഞു. ഇപ്പൊ ഈ മാസങ്ങളിൽ കഴിഞ്ഞ മാസമൊക്കെ വളരെ തുച്ഛ വണ്ടികൾ കിട്ടിയിട്ടുള്ളൂ. ഈ മാസം പിന്നെ വണ്ടികൾ വന്നു തുടങ്ങി. അതാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തോളാൻ പറഞ്ഞത്. പുതിയ ബുള്ളറ്റുകളൊക്കെ ഇന്നിപ്പോ ലോണ് കിട്ടുന്നത് കഴിഞ്ഞ ഏപ്രിൽ 1 വരെ 15 മോഡൽ തൊട്ട് ലോൺ കിട്ടിയിരുന്നു. ഇന്ന് മെയിൻ ആയിട്ട് 17 ഫണ്ടിങ് കുറവാണ്. പിന്നെ ഫണ്ടിങ്ങുകൾ കുഴപ്പമില്ല. 17 തൊട്ട് 23 മോഡൽ വരെയുള്ള വണ്ടികളുണ്ട്. ബുള്ളറ്റ് ഏതൊക്കെ ബുള്ളറ്റ് നോക്കുക 18, 19, 20, 21, 22, 23 വരെയുള്ള വണ്ടികളുണ്ട്. ഇതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? 30,000 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണം. 30,000 ഡൗൺ പേയ്മെന്റ് ബുള്ളറ്റ് ഇറക്കാൻ പറ്റും. അതിന് 2 കണ്ടീഷനാലിറ്റി. 30 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ വണ്ടി കൈയോടെ സ്പോട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. പറ്റില്ല. പിറ്റേ ദിവസത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനൊരു വീട്ടിലൊരാൾ ലാൻഡ് ടാക്സ് ഗ്യാരണ്ടി വേണം. അപ്പൊ ബാങ്കിന് വെരിഫിക്കേഷൻ വരും. വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂറാണ് അവകാശപ്പെടുന്നത്. ഇപ്പൊ ഇന്ന് കാലത്ത് തൊട്ട് നാളെ ഏകദേശം ഉച്ചയാവുമ്പോൾ വണ്ടി കൊണ്ടുപോകും. അതല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് കിട്ടണമെങ്കിൽ ഒരു 60,000 രൂപ അടയ്ക്കേണ്ടി വരും. 60,000 അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഞാൻ ബുള്ളറ്റിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്പോട്ടിനുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇത്തിരി കുറവുണ്ട് കമ്പാരിറ്റീവ്ലി. ഗ്യാരണ്ടർ വേണ്ട, ചെക്ക് ലീഫ് വേണ്ട, വീട്ടിലേക്ക് എൻക്വയറി ഇല്ല, സിബിൽ മാത്രം ഓക്കെ ആവും. അപ്പൊ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, ബാങ്ക് പാസ്ബുക്ക് വേണം, ഒരു ഫോട്ടോ വേണം. 21 വയസ്സ് എബോവുള്ള 65 താഴെയുള്ള ഏത് കസ്റ്റമറും 1 മണിക്കൂർ കൊണ്ട് എല്ലാ ജില്ലകളും കേരളത്തിലെ എല്ലാ ജില്ലകളും കൈയോട് ചെയ്തു. 21 താഴെ അപ്പൊ വീട്ടിലൊരാൾ അതായത് 18 വയസ്സുള്ള കുട്ടിക്കും ചെയ്യാം. അപ്പൊ വീട്ടിൽ അവർ ഫാദർ മദർ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സിവിൽ ഓക്കെ ആവണം. അവരൊരാൾ ഗ്യാരണ്ടർ കിട്ടും. മിനിമം 21 വയസ്സുള്ളത് ബാങ്കിന്റെ ഒരു പ്രൊസീജിയർ ആണ്. അതെ, നമ്മുടെ കുഴപ്പമൊന്നുമില്ല. ബാങ്കുകാർ ഞാൻ ഷോറൂമിന്റെ ഒരാളും മാത്രമാണ്, ബാങ്കിന്റെ ആളല്ല. ഇൻട്രസ്റ്റ് മേടിക്കുന്ന ഞാനല്ല. സജസ്റ്റ് ചെയ്യുന്നു മാക്സിമം കസ്റ്റമർ റെഡി ക്യാഷ് ആയിട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ റേറ്റിൽ നിന്നും എന്തെങ്കിലും കുറച്ചുണ്ട്. ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിംഗ് എത്ര വരും? ഇപ്പൊ ഇവിടെ ഉള്ളത് ഏകദേശം 1.28 മുതൽ മേപ്പോട്ടുണ്ട് വണ്ടി. ഹണ്ടറൊക്കെ 2022 വണ്ടി 1.74 30 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇത് ജാവ ക്ലാസിക് ആണ്. അതൊക്കെ 1.65 റേഞ്ചിൽ 2022 വണ്ടി 30 രൂപ ഡൗൺ പേയ്മെന്റ്. എക്സ്പൾസിന്റെ 2V ഉണ്ട് 4V ഏകദേശം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കും. ഈ 40 രൂപ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഉണക്കുള്ളതെന്ന് വെച്ചാൽ സ്കൂട്ടി എടുക്കണ അടവായി വരുള്ളൂ. അതായത് ഏകദേശം ഒരു 3,000-3,200 രൂപ EMI വരുള്ളൂ. നേരെ മറിച്ച് ഇത് 0 ഡൗൺ പേയ്മെന്റ് വേറെ പലയിടത്തും കിട്ടുന്നുണ്ടാവും. അവന്റെ അവസാനമാണ്. അതുകൊണ്ട് ചുരുക്കി പറയാൻ 4 കൊല്ലത്തെ ലോണും 6,000 രൂപ അടവും അല്ലെങ്കിൽ 5,000 രൂപ അടവും. അപ്പൊ ഇൻട്രസ്റ്റിന്റെ താരിഫ് കൂടും. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. പൈസ ഇല്ല, തീരെ രക്ഷയില്ലെങ്കിൽ അത് എടുത്തോട്ടെ. പക്ഷെ വലിയൊരു ഭാരം അവർക്ക് വരുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 40-45 അടയ്ക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അവന്റെ അടവ് കഴിഞ്ഞു പോകും. ഒരു 2-2.5 കൊല്ലത്തിന് അടവുള്ളോ വലിയ ഭാരമില്ല. അതായത് ഒരു 15,000 രൂപ ശമ്പളം മേടിക്കുന്നവനും ഇത് അഫോർഡബിൾ ആയിരിക്കും. മറ്റേത് 3 മാസം അവർ അടയ്ക്കുള്ളൂ. പിന്നെ കൊണ്ടുപോകേണ്ട ഒരു വണ്ടി കൊണ്ടുപോകും. അതാണ് വ്യത്യാസം. മാക്സിമം നിങ്ങളുടെ കയ്യിൽ പൈസ ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടക്കാൻ ശ്രമിക്കുക. എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ പറയാത്ത കേസാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാക്സിമം ലോൺ വേണം. ലോൺ എടുക്കണ്ടെന്നല്ല പറയണത്, നിർവാഹം ഇല്ലെങ്കിൽ എടുത്തോ. പക്ഷെ മാക്സിമം ലോണിന്റെ ക്യൂരിയോസിറ്റി കുറയ്ക്കും. അത് ഞങ്ങൾ എല്ലാവരോടും പറയാറുണ്ട്, വീഡിയോയിലും പറയുന്നു. നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇതിലൊക്കെ റേറ്റ് ഏകദേശം ഇതൊക്കെ ഏകദേശം ഒരു 1.25 മുതൽ 1.50 വരെ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റേറ്റ് R15 ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 67 രൂപ ചെയ്തുതരാം. 67,000 രൂപ. RS ഒക്കെ 1.10 മുതൽ 1.35 വരെ ഉണ്ട്. 1.30. അതെ, 1.10 മുതൽ 1.35. ഏതൊക്കെ മോഡൽസ് നമ്മുടെ അടുത്തുള്ളത്? 17, 18, 19, 20. ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് ഏകദേശം 40-45 രൂപ. NS ഒരു 35 രൂപ ഡൗൺ പേയ്മെന്റ്. 35,000 ഡൗൺ പേയ്മെന്റ്. 2023 വണ്ടിയാണ്. ഇതൊക്കെ 35 രൂപ അടയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4,000 രൂപ അടവ്. നേരെ മറിച്ച് സ്പോർട്സ് ഫിനാൻസിന് 50 രൂപ അടയ്ക്കാം. അപ്പൊ ഒരു 3,000 രൂപ അടവ് വരും. ഇത് 2 വണ്ടികൾ, 2023 വണ്ടികളാണ്. ഇതൊക്കെ 1.45 രൂപ. 23 മോഡൽ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയൊക്കെ നോക്കിയാൽ
നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഷോറൂം കണ്ടില്ല കിലോമീറ്റർ എന്ത് വേണമെങ്കിൽ നോക്കിക്കോ. കണ്ടില്ലേ, ഇതിന്റെ സ്പെയർ കീ പോലും പൊട്ടിച്ചിട്ടില്ല. അത്രയും ക്വാളിറ്റി. 21,000 കിലോമീറ്റർ, ഇത് 17,000. പിന്നെ നിങ്ങൾ വരുന്നതിന് മുമ്പ് ജസ്റ്റ് വിളിച്ച് നോക്കാം, നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ഷോപ്പ് തുറക്കുമ്പോൾ അതിന് ടെൻഷൻ വേണ്ട, എന്തായാലും പ്രൂഫിന്റെ സംശയം ഉണ്ടെങ്കിൽ അത് വിളിച്ചു വെച്ചിട്ട് അപ്ഡേറ്റഡ് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഒരു ഫോട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഡോക്യുമെന്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഫോണിലുണ്ടായാൽ മതി. നമുക്ക് ഇവിടെ പ്രിന്റ് എടുക്കാം, അപ്പൊ ചെയ്തു പോയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എംടിക്കൊക്കെ ഏകദേശം ഒരു 35 രൂപ ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. 35,000 ഡൗൺ പേയ്മെന്റ്. ഏതൊക്കെ ഇയർ ഉണ്ട്? 21, 22, 23 വണ്ടികൾ. സ്റ്റാർട്ടിംഗ് റേറ്റ് 1,62 മുതൽ 1,84 വരെയുള്ള വണ്ടികളാണ്. 1,84 വരെയുള്ള വണ്ടികളാണ്. 35 രൂപ ഡൗൺ പേയ്മെന്റ്. 35,000 ഡൗൺ പേയ്മെന്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഒരു മിനിമം ഡൗൺ പേയ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 50 രൂപ വരുത്തിക്കും. മാക്സിമം അടച്ചാൽ അത്രയും നന്ന്. ഇത് V3 കളാണ്. 2023, 22, 21 മോഡൽ വണ്ടികൾ. എല്ലാ വണ്ടികളും കണ്ടില്ലേ, ക്ലീൻ എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും. പോരായ്മകളും വണ്ടികൾക്ക് ഉണ്ടാവില്ല. ഇതിനായാലും എംടിക്കായാലും V3ക്കായാലും 35 രൂപ ഡൗൺ പേയ്മെന്റ്. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 1,60 മുതൽ 1,75 വരെയുള്ള വണ്ടികളാണ്. 2023, 22 മോഡൽ വണ്ടികളാണ്. ഏകദേശം അതിനൊരു പ്രൈസ് റേഞ്ച് 1,75 ഒക്കെ വരും. 1,75 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും എക്സ്പെൻസ് കയറി വരുന്നുണ്ട്. ഞങ്ങൾ വിൽക്കുമ്പോൾ 5,500 രൂപ ഞങ്ങൾക്ക് ചെലവുണ്ട്. ഈ പറഞ്ഞ ഹെൽമെറ്റ്, ഫുൾ പോളിഷ്, ട്രാൻസ്ഫർ ഒക്കെ അടക്കം. അപ്പോ അതിൽ നിന്നും പറ്റണ കച്ചവടം ലെവൽ കുറച്ച് വരും. വണ്ടിയുടെ കാര്യം കണ്ടീഷനും ആയിരിക്കും. ക്യാഷ് ആണെങ്കിൽ മാർജിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈയോടത്ത്. ഫിനാൻസ് ആകുമ്പോൾ അതിൻ്റെതായ പ്രൊസീജിയർ പിന്നെ ഉണ്ട്. എന്നാലും ഓൺ ദ ടേബിൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത് തീർച്ചയായിട്ടും ഉണ്ടാവും. മൈലേജ് വണ്ടികളാണ് ലക്ഷം വരുന്നത്. മൈലേജ് ഷൈൻ, SP ഷൈൻ എല്ലാം 125 ആണ്. എല്ലാം സിംഗിൾ ഓണർ വണ്ടി. 2019 മോഡൽ. നമ്മൾ കണ്ട വണ്ടികൾ സിംഗിൾ ആയിരുന്നു, ഓണർഷിപ്പ് വെക്കാൻ പറ്റും. ഒക്കെ സിംഗിൾ ആണ്. ഇതൊക്കെ സിംഗിൾ ആണ്. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം സിംഗിൾ ഓണർ. ഇതിനൊക്കെ എന്ത് മൈലേജ് ഉണ്ടാവും? ഇതിനൊക്കെ ഏകദേശം 60 മൈലേജ് ഉണ്ടാവും. ഇതൊക്കെ ഏത് മോഡലാണ്? ഇതൊക്കെ 2019 കാർബറേറ്റർ ടൈപ്പ് വണ്ടികളാണ്. BS4 വണ്ടികൾ. BS4 വണ്ടികൾ ടൈപ്പാണ്. അതിന്റെ ലാസ്റ്റ് വണ്ടികൾ ഇതൊക്കെ. ഇതൊക്കെ ഏകദേശം 65 രൂപ റേറ്റ് വരും. 25 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ ഈ കാണുന്ന വണ്ടികൾ 25 രൂപ അടയ്ക്കണമെങ്കിൽ സ്പോർട്ട് ഫിനാൻസ് ചെയ്ത് പോകാം. ഇങ്ങോട്ട് വരുമ്പോ പാഷൻ പ്രോ 23 മോഡല്. ഇത് പാഷൻ പ്ലസ് 23 മോഡല്. 2019 മോഡല്, 2018 മോഡല്. ഇത് മോഡല് കുറവാണ്. 2013 മോഡല്. 13 ഒക്കെ ആകുമ്പോ ഏകദേശം ഒരു 28 രൂപ വരും. 28 രൂപ പറഞ്ഞ വണ്ടി ഇതാണെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ. അതിപ്പോ പോകും. 28 രൂപ വണ്ടി നല്ല ഡീലാണ്. കണ്ടീഷൻ വണ്ടി, ടയറും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഇതിനൊക്കെ ആകുമ്പോൾ ഒരു 28 രൂപ ഏകദേശം ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ ലോൺ ചെയ്ത് പോകും. ഏകദേശം 25 പറയുമ്പോൾ 25-30 അപ്പൊ കൈയോടെ ചെയ്യാം. ഇത് 110X, 125X ഉണ്ട്, 110 ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്. ഇതൊക്കെ ഏകദേശം 85 കിലോമീറ്റർ കിട്ടുന്ന മൈലേജ് ഉണ്ട്. ഇത് 19,000 കിലോമീറ്റർ, 24,000 കിലോമീറ്റർ, ഇത് 24,000 കിലോമീറ്റർ. കണ്ടില്ലേ, ഒക്കെ കണ്ടീഷൻ. സ്പെയർ കീ ഇടക്ക് ഉണ്ടാവും വണ്ടി. എല്ലാ വണ്ടിക്കും സെക്കൻഡ് ചാർജ് എടുക്കുന്ന പോകഡസ്റ്റ്, വാലിഡ് പേപ്പർ എല്ലാം കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് പരിവാഹന്റെ അടിച്ചിങ്ങനെ ഇത് പോകഡസ്റ്റ് ഉണ്ട്. എല്ലാം എടുത്ത് ഇൻഷുറൻസ് അടക്കം എല്ലാം കറന്റ് ആണ് ഇരിക്കുന്നത്. ഇൻഷുറൻസ് ഡേറ്റ് കഴിയുന്നില്ലല്ലോ. ഞങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ 1 മാസം 2 മാസം ഉള്ളെങ്കിൽ അത് പുതിയത് എടുത്തിട്ടാണ് ഇവിടെ വെക്കുന്നത്. ഞാൻ സമയത്ത് എടുക്കാൻ വേണ്ടി ഓടുന്നില്ല. എല്ലാം കറന്റ് ആണ്. എല്ലാ ഡോക്യുമെന്റ്സും കറന്റ് ആണ്. ഡോക്യുമെന്റ്സ് എല്ലാം പക്കയായിട്ടാണ് കിട്ടുള്ളൂ. വേറെ നിങ്ങൾക്ക് വണ്ടി എടുത്തതിന് ശേഷം പിന്നെ പുക എടുക്കാനോ ഇൻഷുറൻസ് അടുത്ത കാലത്ത് ഒന്നും നടക്കില്ല. 1 വർഷം എടുത്തു മതി. പിന്നെ ഈവൻ ഓയിൽ ചേഞ്ച് അടക്കം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വണ്ടികളും അടുത്ത 3000 കിലോമീറ്റർ. അതായത് പുതിയ വണ്ടി എടുത്തിട്ട് നമ്മൾ സർവീസ് 3000 കിലോമീറ്റർ 3 മാസം 4 മാസം ആ റേഞ്ചിൽ. എന്തായാലും ഇന്നത്തെ ആൾക്കാർ വണ്ടി ഓടും.
ഓടുന്നുണ്ട്. പണ്ടത്തെ പോലെ KTF-ലൊന്നും ഇല്ല, എല്ലാം ഉള്ളവരും ഓടിക്കും. അപ്പൊ എന്തായാലും അടുത്ത് 3000 ഇതൊക്കെ ഏകദേശം ഒരു 62 രൂപ റേഞ്ചിലൊക്കെ വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സ്കൂട്ടർ കളക്ഷൻസ് ഉണ്ടല്ലോ, എല്ലാം പോലെ തന്നെയാണ്. 2023 വണ്ടി, 2020 വണ്ടി. ഇത് പിന്നെ ഇതിനൊക്കെ ഏകദേശം ഒരു 65 രൂപ റേഞ്ച് വരും. നേരത്തെ പറഞ്ഞത് 25 രൂപ ഡൗൺ പേയ്മെന്റ് ആണ്. കിലോമീറ്റർ ഇത് 15 ഓടിക്കുള്ളൂ. 1000 കിലോമീറ്റർ, 27,000 കിലോമീറ്റർ, 31,000 27,000 ഇതൊക്കെ ഹോണ്ടയുടെ ഡിയോണ്. ഏകദേശം ഒരു 25-26 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ലോൺ ചെയ്ത് പോകും. സിംഗിൾ ഓണർ കണ്ടില്ലേ, ഗാർഡ് അടക്കം വെച്ചിട്ടുണ്ട്. കാര്യങ്ങളും എല്ലാം ക്വാളിറ്റി ആയിരിക്കും. സ്ക്രാച്ച് പോലും വണ്ടിയിൽ ഉണ്ടാവില്ല. ഈ ഡിയോകളൊക്കെ ഏകദേശം ഒരു 62 രൂപ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. എല്ലാം അതൊക്കെ സീറ്റുകൾ പുതിയ അടിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന യമഹ സ്ട്രീറ്റ് റാലി എറണാകുളം രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ 22,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡിജിറ്റൽ മീറ്റർ, അലവില് എന്താ പറയാ, ഡിസ്ക് ബ്രേക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് യമഹയുടെ ഫാസിനോ 27,000 കിലോമീറ്റർ. ഇത് വന്നിട്ട് 30,000 കിലോമീറ്റർ. ഇതൊക്കെ 18, അതൊക്കെ 19 മോഡൽ വണ്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റ് കൈയോടെ ചെയ്തു പോകും. ഈ 25 രൂപ ഡൗൺ പേയ്മെന്റ് അടിക്കുന്നത് 2,000 താഴെയുള്ളൂട്ടാണ്. 2,000, 1,900, 2,900 കൊല്ലം. ഇനി കസ്റ്റമർ ഒരു കൊല്ലം മതി, ഇനി ഒരു കൊല്ലം ഇട്ടാൽ മതി. അത് കസ്റ്റമർക്ക് എത്ര അടയ്ക്കാൻ പറ്റും അതിനനുസരിച്ച് ആ ബാങ്കുകാർ പറയും, അതിന്റെ മെസ്സേജും വരും. ഈ പെർസെന്റേജ് കണക്ക് അവരുടെ സിബിൽ സ്കോർ അടിസ്ഥാനത്തിലുണ്ട്. സിസ്റ്റം അത് ജനറേറ്റ് ചെയ്യും. സ്കൂട്ടികളൊക്കെ കൂടുതൽ സ്പോർട്ട് ഫിനാൻസ് അല്ല ചെയ്യാറുള്ളൂ, സ്പോർട്ട് ഫിനാൻസ് ചെയ്യാറുള്ളൂ. വലിയ വണ്ടികൾക്ക് കാരണം എല്ലാവർക്കും അറിയാലോ, 25 രൂപ ഡൗൺ പേയ്മെന്റ്. ചിലവന്റെ ഇനിയും ബുള്ളറ്റ് എടുക്കാൻ 30 ഉള്ളെങ്കിലും നമ്മൾ മറ്റേക്ക് പോകണമല്ലോ. എല്ലാവർക്കും 60, 70 ഉണ്ടായിക്കോളുന്നില്ല. അത്തരം കാര്യങ്ങൾ പിറ്റേ ദിവസത്തിന് ആവാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് ലോങ് വരുമ്പോ പിറ്റേന്ന് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഉണ്ട് സ്പോട്ടല്ലാത്ത. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, വണ്ടി കണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടുന്ന് അഡ്വാൻസ് ചെയ്യാം, അഗ്രിമെന്റ് ചെയ്ത് തരും. ബാക്കി ഞങ്ങൾ ഫിനാൻഷ്യൽക്ക് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കും. അവർ ബാങ്കിൽ നിന്ന് അതിന്റെ പ്രൊസീജിയർ കാര്യം ഒറ്റ ദിവസം 24 മണിക്കൂറിന് എല്ലാം കഴിയുമല്ലോ. അപ്പൊ വീട്ടിലേക്ക് വെരിഫിക്കേഷൻ, ലോൺ പാസ്സായി എക്സിക്യൂട്ടീവ് അവിടെ സൈൻ ചെയ്തോളൂ. ലോൺ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ കറണ്ട് ലൊക്കേഷൻ എടുത്ത് വണ്ടി ഇതേപോലെ തന്നെ അവിടെ എത്തിച്ചു കൊടുക്കാം. അതാണ് ഡെലിവറി ചെയ്തത്. അതൊരു നല്ലൊരു അതിന് വേറെ ഇനിയിപ്പോ ഒരു കസ്റ്റമർ ഇപ്പൊ കൊല്ലത്ത് വന്നു, എനിക്ക് 2,000 ചെലവുണ്ട് എത്തിക്കാനും തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 3,000 ചെലവുണ്ട്. അതൊന്നും ഇല്ല. ആ പറഞ്ഞ റേറ്റില് ആ വണ്ടി അതൊരു 7. അതായത് നിങ്ങൾ വന്ന് ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ലോൺ ഓക്കെ ആയി കഴിഞ്ഞാൽ വരേണ്ടവർക്ക് വരാം. ഇനി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്തിച്ചേരാം. വൈകുന്നേരം വീട്ടിലേക്ക് പിറ്റേ സ്വിച്ച് അല്ലെങ്കിൽ വൈകുന്നേരം നമ്മളേക്കും നിങ്ങൾക്ക് വണ്ടി വീട്ടിലെത്തി. ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞാൽ വണ്ടി വീട്ടിലെത്തി. അക്കാര്യങ്ങളും ചെയ്തുതരാം. ഈ ഭാഗത്ത് വരുന്ന ഹോണ്ട ആക്റ്റീവാണ് 2018, 19 മോഡൽ, എല്ലാം PS4 ആണ് കേട്ടോ. 31,000 കിലോമീറ്റർ ആണ്. ഇതാകുമ്പോ 30,000, ഇതാകുമ്പോ 42 അല്ലേ? 42 ഓടി ഉണ്ടാവില്ല, 22,000 കിലോമീറ്റർ. 26,000 കിലോമീറ്റർ, 29,999 കിലോമീറ്റർ. എല്ലാ വണ്ടികളും ക്വാളിറ്റിയാണ്. ഫുൾ ഫിറ്റിംഗ് ഗാർഡ് എല്ലാം ഉണ്ട്. ഏകദേശം ഒരു 25-27 രൂപ ഡൗൺ പേയ്മെന്റ് വരും. ഇതൊക്കെ ആകുമ്പോൾ ഏകദേശം 65 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 18-19 ബെസ്റ്റ് വണ്ടികൾ, സിംഗിൾ ഓണർ ബെസ്റ്റ് വണ്ടികൾ, എല്ലാം സിംഗിൾ ഓണർ. എല്ലായിടത്തും രജിസ്ട്രേഷൻ ഉണ്ട്. തൃശ്ശൂർ രജിസ്ട്രേഷൻ, പട്ടാമ്പി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂര്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ. പണ്ട് ഞാൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ 14 ജില്ലയിലെ രജിസ്ട്രേഷൻ ഉള്ള ഒരു എല്ലാവർക്കും ഉണ്ടാവും. പിന്നെന്താ, ഈ വണ്ടിയൊക്കെ കാസർഗോഡ് വണ്ടിയാണ്, കേരള, ഇത് ഗുരുവായൂർ, എല്ലാവർക്കും രജിസ്ട്രേഷൻ. ഇത് ആക്സസ് ചെയ്ത മോഡൽ, ആക്സസ് 2013 വണ്ടിയാണ്. 35,000 കിലോമീറ്റർ ഓടി. ഏകദേശം ഒരു 27 രൂപ റേഞ്ച്. 27,000 രൂപ. 27,000 രൂപ സ്റ്റാർട്ടിംഗ് വണ്ടി വരുന്നത്. അതിന് ലോൺ കിട്ടില്ല. ഇത് മാസ്റ്റർ എഡ്ജ്. ഇത് മാസ്റ്റർ എഡ്ജ് 2019 മോഡൽ. ഇത് ഏവിയേറ്റർ 2019 മോഡൽ വണ്ടി. ഏവിയേറ്റർ ഒന്നും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കാണാത്ത വണ്ടികളാണ്. ഏവിയേറ്റർ ഇപ്പോ നല്ല വണ്ടിയാണ്. ഏവിയേറ്റർ വണ്ടിയാണ്. ലോങ് പോലത്തെ സുഖമുള്ള ഇതൊക്കെ അതിന്റെ ലേറ്റസ്റ്റ് വണ്ടിയാണ്. അതായത് ഏവിയേറ്ററിന്റെ ലാസ്റ്റ് വണ്ടിയാണ്. LED ലൈറ്റ്, അതിന്റെ സ്റ്റീൽ ക്രോം ഫിനിഷിംഗ് ഒക്കെ കണ്ടീഷൻ വണ്ടികളാണ്. ഇതൊക്കെ ഏകദേശം ഒരു 65 രൂപ റേഞ്ച്. 2019 മോഡൽ വണ്ടി. അപ്പൊ ഒരു 25 രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ ബാക്കി 40 രൂപ ലോൺ വരുന്നുള്ളൂ. ഈ പറഞ്ഞ 40 രൂപയ്ക്ക് ഏകദേശം ഒരു 1,900 രൂപ അടവ് വരുള്ളൂ. എല്ലാം അഫോർഡബിൾ. ഈ ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടയ്ക്കാനുള്ള ഗുണങ്ങൾ അതാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവുണ്ട്, കസ്റ്റമർക്ക് അതിന്റെ ഗുണങ്ങളുണ്ട്. 0
സീറോ നിങ്ങൾ അടക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ 5000-6000 രൂപ വെച്ച് അടക്കുകയും ചെയ്യാം. അടവും കൂടും ഇൻട്രസ്റ്റും കൂടും പിന്നെ അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ആവും. അതിന് ഭേദം പുതിയ 1 ലക്ഷം ഫിനാൻസ് എടുത്താൽ അത് തിരിച്ചടക്കുമ്പോൾ എത്ര ഞാൻ പറയുന്നില്ല. അത് വലിയ റേറ്റ് ആയിരിക്കും. അതൊന്നും നമ്മുടെ കൈകളിലല്ല. ഒരു 50-ന്റെ നോട്ട് പോലും ഞങ്ങൾക്ക് ഒന്നുമില്ല, അതിന് പ്രൊമോട്ട് ചെയ്യാറുമില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ റെഡി ക്യാഷ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗോൾഡ് വെച്ചിട്ട് ചെയ്യാം. തീരെ നിവൃത്തിയില്ലെങ്കിൽ ചെറിയ എമൗണ്ട് ലോൺ ഇടാം. പേഴ്സണൽ ലോൺ അതിൽ ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതലാണ്. അതിനൊക്കെ തിരിച്ചടവ് ചിലപ്പോൾ ഒരു 60 പലിശ ഉണ്ടാവില്ല, പിന്നെ 28% പലിശ. അപ്പൊ മാക്സിമം നിങ്ങൾ റെഡി ക്യാഷ് എടുക്കാൻ നോക്കാം. ഇനിയിപ്പോ എല്ലാവർക്കും പറ്റൂലല്ലോ റെഡി ക്യാഷ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഡൗൺ പേയ്മെന്റ് കുറച്ച് പൈസ കൂട്ടി വെച്ച് നോക്കാം. അപ്പൊ ഇന്നത്തെ വാഹന വിശേഷങ്ങൾ എത്രയാണ്? ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, വണ്ടി കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടി കുറവാണ്. കാരണം കൂടുതൽ വണ്ടികൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഇതൊക്കെ കറന്റ് ആണ്. ഒരു ടെൻഷൻ മേടിക്കണം. സാധാരണ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാറില്ല. അത്രയും ഇനി വണ്ടികൾ പോരും. ആ കാറ് കൊടുക്കാനുള്ളതാണ്. കാറ് യൂസ് ചെയ്യണമെന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതേതാ മോഡല്? അത് 2008 മോഡൽ സ്വിഫ്റ്റ് ആണ്. നമ്മുടെ വീഡിയോയില് കാറിന്റെ ചെയ്തോണ്ട് വെച്ചാൽ 8 മോഡൽ സെക്കൻഡ് ആയിരിക്കും. കിലോമീറ്റർ 1.21 എന്താ വില? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഉണ്ട്. എത്ര ദൂരം ഉണ്ടാവും? ഏകദേശം 28 വരെ ഡീസലാണ്. 24 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. വേറെ ഒരു സാധനം റീപ്ലേസ്മെന്റ് ഇല്ല. കാര്യങ്ങള് വണ്ടി എടുക്കാൻ ഓടിക്കാം ധൈര്യമായിട്ട് ഓടിക്കാം. ബാറ്ററി ഇപ്പോഴത്തെ പുതിയ വെച്ചിട്ടുണ്ട് അമറോണ്ട്. 9 മോഡൽ ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടില്ല, ലോൺ കിട്ടില്ല, റെഡി ക്യാഷ് എടുക്കണം. അതായത് ഫിഫ്റ്റ് വണ്ടി നല്ല വണ്ടി ഡീസൽ വണ്ടി പോകുന്നതൊക്കെ പറ്റിയ മോഡലാണ്. ഈ വണ്ടിന് നമ്പർ ബുക്ക് ചെയ്തിട്ട് 5 ലക്ഷം രൂപ. ശരിയാണ്, നമ്പറിന് മാത്രം. പുതിയ വണ്ടിക്ക് നമ്പർ എടുക്കണേ 5 ലക്ഷം 5 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് വരും. പണ്ട് കാലത്തൊന്നും ഇത്ര നമ്പർ 10 ലക്ഷത്തിന് സ്റ്റാർട്ടിംഗ് വരും. പണ്ട് കാലത്തൊന്നും ഫാൻസി നമ്പർ ഇത്ര ഇതുണ്ടായിരുന്നില്ല, പ്രൈസ് ആണ്. അപ്പൊ വേറെ എന്തെങ്കിലും പറയണ്ട നമുക്ക്? ഇപ്പൊ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ, തിരക്കില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഞാൻ റിപ്ലൈ തരാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് കോൾ ചെയ്യാം. ഇനി ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി. എടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കുന്നതാണ്. മനുഷ്യനല്ലേ ഉള്ളേ, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, പേജ് പ്രിയദർശിനി മോട്ടോർ പാലസ്, ലൊക്കേഷനും പ്രിയദർശിനി മോട്ടോർ പാലസ് അടിച്ചാൽ ഓക്കെ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ വരും. നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ട്രസ്റ്റ്ഫുൾ ആയിരിക്കും. ഒരു പേടി ബേജാറും വേണ്ട. അത് ഞാനാണ് പറയുന്നത്, ഞാനാണത് കൈകാര്യം ചെയ്യുന്നത്. ഒരു വണ്ടി തരുന്നുണ്ട്, ഞാൻ എന്റെ കൈ കൊണ്ടേ തരുള്ളൂ. അത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാ നിങ്ങൾക്ക് തരുള്ളൂ. വണ്ടി പ്രാന്തനും കൂടി. അപ്പൊ ഒരു ടെൻഷനും വേണ്ട കാര്യത്തിൽ. അപ്പൊ ഇത്രയും കാര്യം പറയാനുള്ള ഷാനിക്ക. അപ്പൊ നമ്മള് ഇനിയിപ്പോ വരാൻ നേരത്ത് ഇവിടെ ഫുള്ള് വണ്ടി ആവട്ടെ, നല്ല വണ്ടികളൊക്കെ വന്ന് സെറ്റപ്പ് ആവട്ടെ. അപ്പൊ നമ്മളൊരു വിറ്റഴിക്കൽ പോലെ ഈ വണ്ടികളെല്ലാം വിറ്റ് തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത വണ്ടി സെക്ഷനിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും വണ്ടി വാങ്ങാം. എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ ചില വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് പറയാണ്ടാവില്ല, അത് വേറെ ഒന്നുമില്ല, ഇത്രയും വണ്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം A to Z നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവിടെ പോയി നോക്കാം. പിന്നെ വേറെ എന്തിനോട് വിളിക്കാം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വേറെ ഒന്നും പറയാനല്ലോ. തൃശ്ശൂർ ജില്ലയിൽ നിന്നും കൈപ്പമംഗലത്ത് നിന്നും 3 മീഡിയയിൽ നിന്നും ഷാനിക്കടക്കും ഞാൻ ബൈ പറയട്ടെ. യെസ്, ബൈ എടുത്തേക്ക്.